മോഹൻ വർഗീസ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിലെടുക്കുന്ന നിലപാടായിട്ട് തന്നെ കാണണ്ടേ? ഇപ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന റേസിനപ്പുറം അധികാരത്തിലെത്തുക എന്നത് തന്നെയല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. 2001 140-ൽ 100 സീറ്റ് നേടിയ ശേഷം പിന്നീട് അങ്ങോട്ട് കീഴ്പോട്ടാണ് കോൺഗ്രസിന്റെ വളർച്ച എന്ന ഒരു ബോധ്യം അവർക്കുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷ് കേൾക്കാം. സ്മൃതി, ഈ ത്രോയിങ് ദ ഹാറ്റ് ഇൻ ടു ദ റിംഗ് എന്ന ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, 1.5 വർഷത്തിന് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനുശേഷം പോസിബിൾ മുഖ്യമന്ത്രി സ്ഥാനവും ആ പ്രധാന കസേര, ആ കസേരയ്ക്കുള്ള ക്ലെയിം എന്നത് ഒരു ഗോദായിൽ വെച്ച് തീരുമാനിക്കേണ്ടതാണ്, പാർട്ടിക്കുള്ളിലെ ഗോദായിൽ വെച്ച്. അവിടെ ഓൾറെഡി ഒരു തൊപ്പി ആ വളയത്തിലേക്ക് എറിഞ്ഞു വെച്ചു VD സതീശൻ. അത് സ്വാഭാവികമായി എറിയപ്പെടുന്ന തൊപ്പിയാണ്, അവിടെ തന്നെ ഉണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. വെസ്റ്റ്മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ആരാണോ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം തന്നെയായിരിക്കും ഷാഡോ ക്യാബിനറ്റിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയായിരിക്കും അവർ ജയിച്ചു വന്നാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി. ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതിനായി VD സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് പ്രധാനമായും ഈ സ്വന്തം തട്ടകം ഉറപ്പിക്കുക, സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക. വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം സാമുദായികമായി ഒരു പ്രത്യേകമായി ഒരു സമുദായത്തിൻ്റെ ആളായി പൊസിഷൻ ചെയ്തില്ല. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, അവരോട് സമരസപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളുമായി നല്ല ബന്ധം, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ഇപ്പോൾ പുതിയതായി വന്ന ഒരു ഊഷ്മള ബന്ധം, അത് ബാരാമൺ കൺവെൻഷൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂടിവരവായ ബാരാമൺ കൺവെൻഷനിൽ ഒരു പ്രഭാഷകനായി ഇപ്പോൾ VD സതീശനെ വിളിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ കൗതുകകരമായ കാര്യമാണ്. ശശി തരൂരിനെ വിളിക്കുന്ന മനസ്സിലാക്കാം. അദ്ദേഹം വിശ്വപൗരനാണ്. അദ്ദേഹം വെറും കോൺഗ്രസ് നേതാവ് മാത്രമല്ല, ഇദ്ദേഹം കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു. എന്നാൽ സമുദായ സംഘടന, ഹൈന്ദവ സമുദായ സംഘടനകളുമായി കാര്യമായ ഒരു വിയോജിപ്പില്ല എങ്കിൽ പോലും ഒരു അകലം പാലിച്ചിരുന്ന VD സതീശൻ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അപകടം മണത്തിരിക്കുന്നു. അവിടെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഉയർത്തെഴുന്നേൽപ്പ്. രമേശ് ചെന്നിത്തല നടത്തിയ ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ലഭിച്ച NSSൻ്റെ സമുദായ ആചാര്യൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പെരുന്നയിൽ നിന്ന് ലഭിച്ച ക്ഷണം, ഇത് വെറും യാദൃച്ഛികമായി കാണാവുന്ന ഒരു ക്ഷണമല്ല. അതിനുശേഷം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടന്ന, അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ട് നടന്ന ഒരു പ്രസ്താവനയും അത്ര നിർദോഷമായി കാണാനാവില്ല. സുചിന്തിതമായ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ചും ഹിന്ദു സമുദായ സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന ഒരു പിന്തുണ. സമുദായ സംഘടനകളിൽ നിന്നും ലഭിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സമുദായങ്ങളിൽ എന്ന് പറയാനാവില്ല. കാരണം NSSൻ്റെ നമുക്കറിയാം, നേരത്തെ ഇവിടെ പൊടിപ്പാട് സാർ പറഞ്ഞതുപോലെ NSSൻ്റെ ഒരു പരസ്യ നിലപാട് പലപ്പോഴും സമദൂരമാണെങ്കിൽ പോലും ആ ശരിദൂരത്തിൽ UDFനോട് മമതയുള്ള ഒരു ദൂരമുണ്ട്. പക്ഷേ NSSന് നേതൃത്വം പറയുന്നത് അനുസരിച്ച് ആവില്ലല്ലോ. നായർ സമുദായത്തിലെ അംഗങ്ങൾ പ്രധാനമായും വോട്ട് ചെയ്യുന്ന നല്ലൊരു ഭാഗം BJP വോട്ടേഴ്സാണ്, ചെറിയൊരു ഭാഗങ്ങൾ ഇടതുപക്ഷ വോട്ടേഴ്സാണ്. ബാക്കിയുള്ളത് മാത്രമേ കോൺഗ്രസ് വോട്ടേഴ്സ് ഉള്ളൂ. കേവലം 13% മാത്രമുള്ള കമ്മ്യൂണിറ്റിയുടെ ചെറിയ ശതമാനം മാത്രമാണ് ട്രഡീഷണൽ കോൺഗ്രസ് വോട്ട്, അല്ലെങ്കിൽ സമുദായ ആചാര്യൻ പറഞ്ഞതുകൊണ്ട് മാത്രം തിരിക്കാനാവുന്ന വോട്ടുകൾ. അതൊരു വശം. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് അത്രയ്ക്ക് ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗത വോട്ടിൻ്റെ നല്ല പങ്കവും LDFിൽ ലഭിച്ചിരുന്ന വോട്ടുകളാണ്. എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ചിത്രം, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ തട്ടകം കൂടിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ലഭിച്ച ഒരു ചിത്രം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പങ്ക് LDFന് പരമ്പരാഗതമായി ചെയ്തിരുന്ന ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് കാണാം. അവിടെയും കോൺഗ്രസ് കാര്യമായി ഭയപ്പെടേണ്ട കാര്യമില്ല. LDFൻ്റെ
ബേസാണ് ഇവിടെ കുറയുന്നത്. കോൺഗ്രസ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ SNDPയുടെയും NSSൻ്റെയും സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ മുൻപ് ചെന്നിത്തല ഒരു പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2013 വളരെ പരിഭവത്തോടു കൂടി പറഞ്ഞു, എന്നെ ഒരു നായരായി മാത്രം കാണരുതേ, ഞാനൊരു എല്ലാവരുടെയും ആളാണ്, ഐ എം എ മുസ്ലിം, ഐ എം വിത്ത് ദ മുസ്ലിം, ഐ എം വിത്ത് ദ ക്രിസ്ത്യൻസ്, ഐ എം വിത്ത് ഓൾ ഹിന്ദു ഡിനോമിനേഷൻസ്, എന്നെ അങ്ങനെയൊക്കെ കാണാവൂ, ഒരു കേരളത്തിൻ്റെ പാൻ കേരള ഇമേജിൽ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞതിനോടുള്ള ഒരു വിയോജിപ്പായിരുന്നല്ലോ ശ്രീ G. സുകുമാരൻ നായർ പരസ്യമായി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതും എല്ലാം. അതൊക്കെ ചരിത്രമാണ്, നമ്മൾ ഏറെ പറഞ്ഞതുമാണ്. ഇവിടെ വിഷയമെന്ന് പറയുന്നത് ഈ 2 തൊപ്പികൾ ആ റിങ്ങിൽ വന്ന് വീണ് കഴിഞ്ഞു. ഓൾറെഡി നിലവിലുള്ള VD സതീശൻ്റെ തൊപ്പിയും പിന്നീട് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് 2 ദിവസത്തിനുള്ളിൽ വന്നു വീണ പുതിയ തൊപ്പിയും. ആ തൊപ്പിയിൽ കൂടുതൽ തോരണങ്ങൾ ചേർക്കാനുള്ള ശ്രമമായിരിക്കും ഇനിയുള്ള 1.5 വർഷം നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയം തീർച്ചയായും കലങ്ങി മറിയുമെന്നുള്ളതല്ല, കുറച്ചുകൂടി ഒരു ഉദ്വേഗജനകമായ നിമിഷങ്ങൾ കേരളത്തിന്റെ വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ അനുവദിച്ചിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അത് അവിടെ നിർത്തുന്നു. തീർച്ചയായും വഴക്കം കാട്ടി ശ്രീ സ്മൃതി VD സതീശൻ്റെ അടുത്ത് വരും. ഇന്ന് കാട്ടിയ VD സതീശൻ്റെ പ്രസ്താവന കമ്പോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൻ്റെ തലനാരിഴക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പരിണിത പ്രജ്ഞനായ നല്ല മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. രമേശ് ചെന്നിത്തല എത്രത്തോളം രാഷ്ട്രീയ മെയ്വഴക്കം കാട്ടുന്നോ അതിനേക്കാൾ ഒട്ടും കുറവല്ല തൻ്റെ രാഷ്ട്രീയ മെയ്വഴക്കം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സമുദായിച്ചും. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെ പലരും പറയും, അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ കാര്യമായ കൃത്യമായ നിരീക്ഷണങ്ങളുള്ള ആളാണ്, അദ്ദേഹം അങ്ങനെ പറയും, അത് വേണ്ട തിരുത്തലുകൾ വേണ്ടി വന്നാൽ തിരുത്തി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൃഢനിശ്ചയമുള്ള നേതാവിനെ കാണുന്നു. അത് മാത്രമല്ല, അവിടെ വേണ്ടി വന്നാൽ വഴങ്ങേണ്ടപ്പോൾ വഴങ്ങാനും പതുങ്ങി നിൽക്കാനും മാക്കിവെല്ലി പറഞ്ഞ ഏതാണ്ട് എല്ലാ ഗുണങ്ങളും സമ്മേളിക്കുന്ന ഒരു ലയണായിരിക്കേണ്ടപ്പോൾ ലയണായി ചാടി വീഴുകയും ഫോക്സ് ആയിരിക്കേണ്ടപ്പോൾ കുറുക്കനായിരിക്കേണ്ടപ്പോൾ അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക്, ഒരു നയത്തിലേക്ക് VD സതീശൻ വരുന്നു. ഒരു ഭാവി മുഖ്യമന്ത്രിക്ക് വേണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ. ഒരു മുഖ്യമന്ത്രി, ഭാവി മുഖ്യമന്ത്രി എന്നല്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോട്ട് സീറ്റാണ്. ഇവിടെ സമുദായ സംഘടനകളെ കോൺഫിഡൻസിലെടുക്കാതെ UDF സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത് 2 പേർക്കും അറിയാം, രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം, VD സതീശനും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, VD സതീശൻ ഇന്ന് കാട്ടിയ മെയ്വഴക്കം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നലെ ലഭിച്ചു എന്ന് കരുതുന്ന ഒരു ചെറിയ മേൽക്കൈ അല്ലെങ്കിൽ മുൻതൂക്കം അല്ലെങ്കിൽ പ്രാധാന്യം അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ, അതിനെ നള്ളിഫൈ ചെയ്യാൻ, കൗണ്ടർ ചെയ്യാൻ പൂർണ്ണമായും പര്യാപ്തമായിരുന്നു ഇന്നത്തെ ദിവസം VD സതീശൻ്റെ ഭാഗത്തുനിന്ന് വന്ന വാക്കുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്.